ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബൂസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കേക്കൊക്കെ തയ്യാറാക്കിയിട്ട് ഇതുവരെ ശരിയാവാത്തവർക്കും നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കിത് അതുപോലെ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് പഞ്ചസാര പൊടിച്ചെടുത്തതാണ്. ഇത് 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് അളവിലാണ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടിയിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ ചെയ്തെടുത്താലും മതിയാവും. നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പഞ്ചസാരയിൽ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് വരണമെങ്കിൽ നല്ല കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തേക്കണം. ഏകദേശം നന്നായിട്ട് മിക്സാക്കി കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നത് വരെ നന്നായിട്ട് മിക്സാക്കുക. ഇപ്പോൾ വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര നന്നായിട്ട് തന്നെ മെൽറ്റായിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കണം കേട്ടോ. ഇപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ പഞ്ചസാരയെല്ലാം നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ നന്നായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒരു വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു 1/4 കപ്പ് അളവിൽ പാൽ കൂടി ചേർത്ത് കൊടുക്കാം. പാലും ഓയിലും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുക്കുക. അരിപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ്. ഞാനിപ്പോൾ ഇവിടെ ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർത്ത് കൊടുക്കുന്നത്. അത് 1 ടീസ്പൂൺ അളവിലാണ് ചേർക്കുന്നത്. അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ബൂസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 5 രൂപയുടെ 2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം 2 പാക്കറ്റ് ബൂസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ബൂസ്റ്റും ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സാക്കുക. അപ്പോൾ ഒരുപാട് ഇങ്ങനെ കുത്തി ഇളക്കി യോജിപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരേ സൈഡിലേക്ക് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതിയാവും. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ബാറ്ററൊക്കെ തയ്യാറാക്കുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മൾ കേക്ക് ടിന്നൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് ഒരു അല്പം ഓയിൽ കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് മുന്നേ സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ബാറ്ററെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മളിതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് ജസ്റ്റ് ഇതിൽ 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ചെയ്യുന്നത് അത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് വേണം നമ്മുടെ കേക്ക് ട്രേ ഇതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. അതിന് ശേഷം അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 40-45 മിനിറ്റോളം ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 40 മിനിറ്റ് ആവാറാകുമ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയിട്ട് അതിന് നടുഭാഗത്ത് ഫോക്ക് വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക വെന്തിട്ടുണ്ടോയെന്ന്. ഇല്ല എങ്കിൽ ഒരു 5 മിനിറ്റ് കൂടിയും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മൾ കുക്കറിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 40 മിനിറ്റിന് മുന്നൊക്കെ ആയിട്ട് ചിലപ്പോൾ ബേക്കായിട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ കറക്റ്റ് 45 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് കുത്തി നോക്കിയപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുക്കുക. ഇനി ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ കേക്കെല്ലാം നന്നായിട്ട് തന്നെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിലെ ആ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് മാറ്റാണ്. അപ്പോൾ നമ്മുടെ കേക്ക് കണ്ടോ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ തയ്യാറാക്കിയത് കൊണ്ടാണ് ഇതിപ്പോൾ ഒരുപാട് ഹൈറ്റ് തോന്നിക്കാത്തത്. നമ്മൾ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് നല്ല ഹൈറ്റിലുള്ള കേക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊരു ചെറിപ്പഴം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതാ നമ്മുടെ കേക്ക് കണ്ടില്ലേ നല്ല സോഫ്റ്റാണ്. എന്നൊരു നന്നായിട്ട് ഇങ്ങനെ സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ടൈപ്പല്ല, അങ്ങനത്തെ ഒരു ടെക്സ്ചറിലല്ല നമുക്ക് ഈ കേക്ക് കിട്ടുന്നത്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്, നല്ലൊരു മണമാണ് ബൂസ്റ്റിൻ്റെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ കേക്കൊക്കെ ഒന്ന് തയ്യാറാക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം കട്ട് ചെയ്യുകയാണെങ്കിലാണ് അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് വരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുവരെയും കേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവർക്ക് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കേക്ക് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മെഷറിംഗ് കപ്പൊന്നും ഇല്ലെങ്കിലും നമുക്ക് സാധാരണ ഗ്ലാസ്സിൽ തന്നെ എല്ലാം കറക്റ്റായിട്ട് അളന്നെടുത്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ പുതിയ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരാം. താങ്ക്